everybody. അരുൺടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2021 അനുബന്ധിച്ച് നടക്കുന്ന അഡ്മിഷനിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഏകദേശം എല്ലാ SLC കഴിഞ്ഞവരും അതുപോലെ +2 കഴിഞ്ഞവരും അല്ലെങ്കിൽ മറ്റുള്ളവർ ആൾറെഡി അപ്ലൈ ചെയ്ത് കാണും. കാര്യം ആദ്യം വന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് 24 ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു. ഇപ്പം അതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ മാസം അവസാനം, അതായത് സെപ്റ്റംബർ 30 വരെയാണ് ITയിലെ അഡ്മിഷൻ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ITI admissions.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി ഈ കാണുന്ന ഒരു വ്യൂവിൽ നിങ്ങൾക്ക് അപ്ലൈ നൗ കൊടുത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് അപേക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാവരും അപേക്ഷിച്ച് കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ ഇന്ന് വന്നൊരു ചെറിയൊരു അപ്ഡേഷനെ കുറിച്ചാണ് നിങ്ങളത് പറയുന്നത്. നമ്മൾ ഇതേ സൈറ്റിൽ കയറുക, അതിനുശേഷം ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഇത് നിങ്ങൾക്ക് ആൾറെഡി നിങ്ങളുടെ മൊബൈലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മെസ്സേജായി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ഇതിപ്പം സിസ്റ്റത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറാണ് നിങ്ങളുടെ യൂസർ ID, അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ മെസ്സേജായി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിവിടെ കൊടുക്കുക. ആ യൂസർ IDയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറുക. അതിനുശേഷം നിങ്ങൾ ആൾറെഡി അപ്ലൈ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫിൽ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആൾറെഡി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിങ്ങൾ ഏത് സ്ട്രീമിലാണ്, നിങ്ങളുടെ മെട്രിക് സ്കീമിൽ അതിൽ വരുന്നതിൽ SLC ആണോ, TCLC ആണോ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണോ, അല്ലെങ്കിൽ അതർ മെട്രിക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പം ICSE അതേപോലെ CBSE അങ്ങനെയുള്ളതൊക്കെ അതിലാണ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കാണും. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഗാർഡിയൻ്റെ പേര്, SLC പാസ്സാണോ, അതേ സ്കീമാണ്. SLC പാസ് അല്ലാത്തവരാണ് നോൺ മെട്രിക് ഗണത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ നിങ്ങളുടെ +2 അല്ലെങ്കിൽ VHSC പാസ്സായവർക്ക് 20 മാർക്ക് കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടും. അപ്പോൾ അത് +2 പാസ്സായവരാണെങ്കിൽ ഇവിടെ പാസ് തന്നെ കൊടുക്കണം. പിന്നെ പ്രീവിയസ്ലി സ്റ്റഡീഡ് ഇൻ ഗവൺമെൻറ് IT, മുമ്പ് ITയിൽ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് പോവുക. പിന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ കണക്ക് +2 അല്ലെങ്കിൽ VHSC കിട്ടിയ മാർക്ക്, അതുപോലെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, ആധാർ നമ്പർ, റിലീജിയൻ, കാസ്റ്റ് കൊടുത്ത് നിങ്ങൾ സേവ് കൊടുത്ത് നെക്സ്റ്റ് പോവുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ്, കൺട്രി നെയിം, സ്റ്റേറ്റ് നെയിം, ഡിസ്ട്രിക്റ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, അപ്പോൾ ഇതെല്ലാം കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ ID എല്ലാം കൊടുത്തു നിങ്ങൾ സേവ് നെക്സ്റ്റ് കൊടുത്ത് പോവുക. പിന്നെ അത് കണക്ക് നിങ്ങൾ ജവാൻ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ NCCയിൽ ഏത് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഫസ്റ്റ് സെക്കൻഡ് നേടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. സ്പെഷ്യൽ കാറ്റഗറി അതെല്ലാം മാർക്ക് ചെയ്ത് സേവ് നെക്സ്റ്റ് പോയിട്ട് നിങ്ങളിവിടെയാണ് നമ്മൾ IT ഓപ്ഷൻ കൊടുക്കാനുള്ളത്. IT ഓപ്ഷനിൽ ഡിസ്ട്രിക്ട് വൈസ് നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രം ആണോ, അല്ലെങ്കിൽ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, ഇതിൽ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്തത്. ട്രിവാൻഡ്രത്ത് ഞാൻ ഇവിടെ സാമ്പിളായിട്ട് ആറ്റിങ്ങൽ ITI, അതേപോലെ ചാക്കെ, ഞാനൊരു ധനുവച്ചവരം ഇവിടെ കൊടുത്ത് ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഏകദേശം 1, 2, 3, 4, 5, 6, 7 ഗവൺമെൻറ് ITകളാണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അതേപോലെ ഇതിലിപ്പം ഞാൻ മെയിൽ ചൂസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. ഇതോടൊപ്പം ഫീമെയിലിന് മാത്രം പഠിക്കാനുള്ള ITകളും ഉണ്ട്. അത് ആ സമയത്ത് ലിസ്റ്റ് ചെയ്യും ട്രിവാൻഡ്രം ITക്കകത്ത്. ഇതിപ്പം ആൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ITകളാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ ജെൻഡർ ഫീമെയിൽ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ എത്ര IT നമുക്കവിടെ കാണാൻ പറ്റുമെന്ന്. ട്രിവാൻഡ്രം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. IT കൊടുക്കുമ്പോൾ ഇതാക്കിക്കുക.
1, 2, 3, 4, 5, 6, 7, 8, 9 ഐറ്റികളാണ് ടോട്ടലായിട്ട് നമുക്ക് ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്തുള്ള ഗവൺമെൻറ് ഐറ്റിയിൽ. അതിൽ ഗവൺമെൻറ് ഐറ്റി വുമൻസ് ഫോർ കഴക്കൂട്ടവും ഗവൺമെൻറ് ഐറ്റി വുമൻസ് ഫോർ പാറശാലയാണ് ലേഡീസിന് മാത്രം പഠിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാ ഐറ്റികളിലും ലേഡീസിന് 30% സംവരണമുണ്ട്, അതേപോലെ ബോയ്സിനും മിക്സഡ് ആണ്. അപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്തു, നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുത്തു. ഇനി നമ്മളിവിടെ ഡിക്ലറേഷൻ കൊടുത്തു, സബ്മിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾ ആദ്യം ചെയ്ത പ്രോസസ്സ്. ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ട്രേഡ് ചോയ്സ്. അപ്പം നിങ്ങൾ ഈ ഫിൽ ആപ്ലിക്കേഷൻ ആണ് അത് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാണണമെങ്കിൽ വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അത് ഈ ഡൗൺലോഡ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പേയ്മെന്റിന് വേണ്ടി മേക്ക് പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. 100 രൂപയാണ്. നമുക്ക് കേരളത്തിൽ ഉള്ള ഏത് ഐറ്റിയിൽ വേണോ അപ്ലൈ ചെയ്യാം. 100 രൂപ മാത്രമേ ആവുന്നുള്ളൂ. അടുത്ത വരുന്നതാണ് ഇത് പുതിയൊരു ഓപ്ഷൻ. ഇന്ന് തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ട്രേഡ് ചോയ്സ് കൊടുക്കാനുള്ളത്. ട്രേഡ് ചോയ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അതിന്റെ മാനുവൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡൗൺലോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അപേക്ഷ ട്രേഡ് ഓപ്ഷൻ നൽകുന്നതിന് സഹായമായ ഗ്രന്ഥം. IT ഓപ്ഷൻസിൽ നിന്ന് ITകൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചോയ്സിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഓൾറെഡി IT ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് ചോയ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓരോ ITയിലെയും NCVT മെട്രിക്, NCVT നോൺ മെട്രിക്, SCVT മെട്രിക്, SCVT നോൺ മെട്രിക്, COE എന്നീ സ്കീമുകൾ വരുന്ന ട്രേഡുകൾ കാണാവുന്നതാണ്. നമുക്കിവിടെ ആ സ്കീമിൽ വരുന്ന ട്രേഡുകൾ ഏതൊക്കെയെന്ന് നമുക്കിവിടെ കാണാം. ഇത് നോക്കിക്കേ, ഞാൻ അപ്ലൈ ചെയ്തത് ഗവൺമെന്റ് IT ആറ്റിങ്ങൽ, ഗവൺമെന്റ് IT ചാക്കെ, ഗവൺമെന്റ് IT ധനുവച്ചപുരം. ഇത്ര ഞാൻ സാമ്പിളായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാത് ITകളിൽ വരുന്ന മെട്രിക്, അതേപോലെ നോൺ മെട്രിക് ട്രേഡുകൾ ഏതൊക്കെയാണെന്നും അത് എത്ര വർഷം ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. മെട്രിക് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് മാത്രമേ ഈ മെട്രിക് ട്രേഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. നോൺ മെട്രിക്കിൽ SLC തോറ്റ കുട്ടിക്കും അതുപോലെ തന്നെ SLC ജയിച്ചവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മെട്രിക്കിൽ അത് പറ്റത്തില്ല. അപ്പം ഈ പറഞ്ഞ ചാക്കയിലായാലും അല്ലെങ്കിൽ നമ്മൾ അപേക്ഷിച്ച ഏതൊക്കെ ഐറ്റിയിലാണോ അവിടെയുള്ള ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ ആറ്റിങ്ങൽ ഐറ്റിയിലുള്ളത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് മെയിൻ്റെനൻസ് 1 ഇയർ. SCP എന്ന് പറയുന്നത് SC-കാർക്ക് ഒരു സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. അതാണ് SCP എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ ITയിൽ CHNM കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് മെയിൻ്റെനൻസ് ഒരു ബാച്ച് SC കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് ഏതാണോ ആ ഒരു മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇപ്പം NCVT മെട്രിക്കിൽ നമുക്കിപ്പോൾ ആവശ്യം ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് ചാക്കയിൽ ഇപ്പം ഒരു ട്രേഡ് സെലക്ട് ചെയ്യണം. സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2 വർഷ കോഴ്സാണ്. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അതിവിടെ വരും. ഇനി അടുത്ത് എനിക്ക് സെലക്ട് ചെയ്യേണ്ട സെക്കൻഡ് ഓപ്ഷനായിട്ട് എനിക്ക് കൊടുക്കാനുള്ള ട്രേഡ് ഫിറ്ററാണ്. അപ്പോൾ അതിൽ ഫിറ്റർ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇനി അതേപോലെ എനിക്ക് നോൺ മെട്രിക് എനിക്ക് കാർപ്പൻറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിവിടെ സൈഡിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വെച്ചെടുത്ത് എനിക്കിപ്പോൾ ഉദാഹരണത്തിന് അവിടെ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് വേണ്ടത് ഫിറ്ററിനാണ്. സെക്കൻഡ് എനിക്ക് ടർണർ ഞാൻ ചൂസ് ചെയ്തു. അതേപോലെ എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് ആവശ്യം MMB ആണ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. അപ്പം നമുക്ക് നമ്മുടെ ട്രേഡ് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു പുതിയൊരു ഓപ്ഷനാണ് ഇന്ന് നമുക്ക് ITയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഓപ്പണായി തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആൾറെഡി അപ്ലൈ ചെയ്ത ഒരാളാണെന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾ ഓൺലൈനായി അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ആ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എടുക്കുക, ഈ ITadmissions.kerala.gov.in കയറി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കാണുന്ന പേജിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ 30-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഫില്ല് ആപ്ലിക്കേഷനിൽ പോയിട്ട് അതൊന്ന് ചെയ്തു വരിക. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് വ്യൂ ചെയ്ത് നോക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് അത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് നിങ്ങൾ പക്ക കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ അവിടെ കണക്ക് കൂട്ടത്തില്ല. അതിനിപ്പം പുതിയ വന്ന ഓപ്ഷനാണ് ട്രേഡ് ചോയ്സ്. ട്രേഡ് ചോയ്സ് മറ്റൊന്നുമില്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത ട്രേഡുകൾ ഏതൊക്കെ IT ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിലവിലുള്ള ട്രേഡുകൾ ഏതൊക്കെയെന്ന് മെട്രിക് അല്ലെങ്കിൽ നോൺ മെട്രിക്കൽ അല്ലെങ്കിൽ SCVT, മെട്രിക് SCVT നോൺ മെട്രിക് COE എന്നുള്ള ഗണത്തിൽ വരുന്ന ട്രേഡ് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ചോയ്സ് വേണമെന്ന് ചൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് വേണം ഫസ്റ്റ് വെക്കേണ്ടത്. ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ അതേ കണക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഇപ്പം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അപ്ലൈ ഉണ്ടെങ്കിൽ അതൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അതിവിടെ ആഡ് ആയിക്കോളും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത ITയുടെ ഏതൊക്കെയാണോ അവിടുത്തെ ട്രേഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ചോയ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഒരു പുതിയ ഒരു അപ്ഡേഷൻ ITയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും IT പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അപ്ലൈ ചെയ്യുക. ആൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ട്രേഡ് ചോയ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപേക്ഷ ITയിലെ ട്രേഡ് ഓപ്ഷൻ നോക്കുക. അതിന് ചോയ്സ് നിങ്ങൾക്ക് സാധ്യത ലിസ്റ്റ് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ജോലി സാധ്യത കൂടുതലുള്ളത് എല്ലാ ട്രേഡിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അപ്പം അതേ ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അതിവിടെ ആഡ് ആയിക്കോളും. അപ്പോൾ ആ ഇതിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ സമയത്ത് ആ പ്രിഫറൻസ് തരുന്ന അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് ചോയ്സ് വെച്ചേക്കുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് മെയിൻ്റനൻസ് ആണ്. അതിൽ ഫില്ലായിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചോയ്സ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അതിൽ സീറ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. അപ്പം ഇതാണ് നിങ്ങൾക്കൊരു പുതിയൊരു അപ്ഡേഷൻ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക. താങ്ക് യു.